അങ്ങനെ ശബരിമല സ്വർണ്ണക്കൊള്ള ഇടതുപക്ഷത്തിന്റെ തലയിൽ ചാർത്തുവാൻ വേണ്ടി റെഡിയായിട്ട് നിന്ന മാധ്യമങ്ങൾക്ക് ഇരുട്ടടിയാണ് കിട്ടിയത് കഴിഞ്ഞ ദിവസം. കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ശബരിമലയിൽ അയ്യപ്പന്റെ തൊട്ടടുത്തിരുന്ന് അയ്യപ്പനെ സേവിക്കുന്ന തന്ത്രി കണ്ഠര് രാജീവര് തന്നെയാണ് ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അല്ലെങ്കിൽ അയ്യപ്പന്റെ സ്വർണം കെട്ടതിൽ പ്രധാനപ്പെട്ട ഒരു പ്രതി എന്നുള്ള ആ സത്യാവസ്ഥ, ആ വാസ്തവം അറസ്റ്റിലൂടെ തന്നെ ഈ പൊതുജനങ്ങൾക്ക് മുന്നിലേക്ക് മനസ്സിലാക്കി കൊടുത്തു. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, അതായത് സംഘികളുടെയും വിശ്വാസികളുടെയും ഒക്കെ ഒറ്റ വാക്കിൽ പറഞ്ഞു നിർത്തിയാൽ, അയ്യപ്പൻ എന്ന് പറയുന്ന ആ വിശ്വാസത്തെ മുതലെടുത്തുകൊണ്ട്, ആ വിശ്വാസത്തെ ഉപയോഗിച്ചുകൊണ്ട് സ്വർണം കട്ട് കീശയിലാക്കിയ തന്ത്രിയെ അയ്യപ്പൻ തന്നെ ചതിച്ച സാഹചര്യമായിരുന്നു കഴിഞ്ഞ ദിവസം നമുക്ക് മുന്നിലൂടെ കടന്നുപോയത്. മുൻപേ പല സാഹചര്യങ്ങളിലും പറഞ്ഞിട്ടുള്ളതായിരുന്നു, ശബരിമലയ്ക്കകത്ത് പ്രത്യേകിച്ച് സന്നിധാനത്ത് ഇത്തരത്തിൽ ഒരു വലിയ സ്വർണ്ണക്കൊള്ള നടക്കുന്നുണ്ടെങ്കിൽ അതിന്റെ എല്ലാ ഉത്തരവാദിത്തങ്ങളും, ഒരു പക്ഷേ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സഹായങ്ങളും ചെയ്തത് തന്ത്രിമാർ അറിഞ്ഞുകൊണ്ട് തന്നെ ആയിരിക്കും എന്നുള്ള കൃത്യമായ നിരീക്ഷണം പല സാഹചര്യങ്ങളിലും പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അന്നൊക്കെ അത്തരം നിരീക്ഷണങ്ങൾ പുറത്തു പറയുന്നവരെ പുച്ഛിക്കുക മാത്രമാണ് നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. ഈ മാധ്യമങ്ങളുടെ ലക്ഷ്യവും അത് തന്നെയായിരുന്നു. എങ്ങനെയും ശബരിമല സ്വർണ്ണക്കൊള്ള, ആ സ്വർണ്ണക്കൊള്ളയെ ഇടതുപക്ഷത്തിന്റെ തലയിൽ ചാർത്തണം. തലയിൽ ചാർത്തിയ ശേഷം അവർ ദൈവസ്ഥാനീയരായി കാണുന്ന ഇത്തരം തന്ത്രിമാരെ, ഈ പൂണൂറിട്ട കള്ളന്മാരെ സത്യസന്ധന്മാരാക്കി മാറ്റണം. ഇതിനു വേണ്ടിയിട്ടായിരുന്നു നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരുന്നത്. അവർ അതിനെ കരുവാക്കിയത് ഇടതുപക്ഷത്തെ നേതാക്കളെ. അന്നേ പറഞ്ഞതാണ്, ഇത്തരത്തിൽ ശബരിമലയ്ക്കകത്ത് സന്നിധാനത്തിനകത്ത് ദേവസ്വം ബോർഡ് എന്ന് പറഞ്ഞൊരു സംവിധാനം ഉണ്ടെങ്കിലും തീരുമാനങ്ങൾ കൂടുതലും എടുക്കുന്നത് തന്ത്രിമാരടങ്ങുന്ന ഈ പൂണൂരിട്ട കള്ളന്മാർ തന്നെയാണെന്നാണ്. പക്ഷേ ഇത്തരം ഒരു സത്യാവസ്ഥ അറസ്റ്റിലൂടെ പുറത്തു വന്നപ്പോൾ മാത്രമാണ് കേരളത്തിലുള്ള മലയാളികളും ജനങ്ങളും വിശ്വാസികളും ഈ സംഭവം വിശ്വസിച്ചത്. ഇതുവരെയും ആര് പറയുന്നതും നമ്മുടെ കേരളത്തിലുള്ളവർ വിശ്വസിക്കാൻ തയ്യാറായിരുന്നില്ല. കാര്യം അത്രയും വലിയ ക്യാപ്സ്യൂളുകളായിരുന്നു വലതുപക്ഷ മാധ്യമങ്ങൾ, കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഇടതുപക്ഷത്തെ ടാർഗറ്റ് ചെയ്യുന്ന വലതുപക്ഷ മാധ്യമങ്ങൾ ഈ നാട്ടിലുള്ള ജനങ്ങളുടെ മനസ്സിലേക്ക്, വിശ്വാസികളുടെ മനസ്സിലേക്ക് കൊടുത്തുകൊണ്ടിരുന്നത്, ഇൻജക്ട് ചെയ്തുകൊണ്ടിരുന്നത്. എന്തായാലും ശബരിമല എന്ന് പറയുന്ന ഒരു വിശ്വാസത്തെ, എല്ലാം ഒരു വിശ്വാസമാണ്, ദൈവം ഉണ്ടോ ഇല്ലയോ എന്നുള്ള ചോദ്യങ്ങൾ പോലും ഇന്ന് പലരും ചോദിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യം ദൈവം ഉണ്ടായിരുന്നുവെങ്കിൽ ഇത്തരത്തിൽ ദൈവത്തിന്റെ തൊട്ടടുത്തിരുന്നു കൊണ്ട് ദൈവത്തെ തന്നെ വഞ്ചിക്കുന്ന പരിപാടി കാണിച്ച തന്ത്രിയൊക്കെ എന്നേ പിടിയിലാവേണ്ടതായിരുന്നു.